ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സേമിയ ഉപ്മാവാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സേമിയ ഉപ്മാവ്. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ സേമിയ ഉപ്മാവാണ് കാണിച്ചു തരുന്നത്. ഇത് തന്നെ നമുക്ക് പല വെറൈറ്റീസിൽ ചെയ്യാം, അതൊക്കെ ഇനി പോകെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ബ്രേക്ക്ഫാസ്റ്റ് സേമിയ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. സേമിയ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് ഒരു 2 ടീസ്പൂൺ വരുന്ന മാതിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതാ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറയെ വന്നിട്ടുണ്ട് കടല. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാഷ്യൂനട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറയെ വരുന്നവരെ വറുത്തെടുക്കാം. ഓക്കെ, പൊരിക്കടല ഉണ്ടെങ്കിൽ പൊരിക്കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ട്, ഞാൻ ഇപ്പോൾ നിലക്കടലയും കാഷ്യൂനട്ടും ആഡ് ചെയ്തുകൊണ്ട് ഞാൻ പൊരിക്കടല ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ പൊരിക്കടല മാത്രം വെച്ചിട്ട് ആഡ് ചെയ്യാം. ഇതൊന്നുമില്ലാതെയും ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ ചിലവർ ഇതിൽ ബീൻസ്, ക്യാരറ്റ്, പീസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഞാനിന്ന് സിമ്പിളായിട്ട് നമ്മുടെ ഉപ്മാവ് രീതിയിലുള്ളതാണ് ഉണ്ടാക്കണം. ഓക്കെ, ഇൻട്രോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, നല്ല ഫ്ലേവർ വരുന്നുണ്ടോ കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ. ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കൂ. ഇനി നമുക്ക് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ചെറുതാക്കി മുറിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന മാതിരി ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലോണം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഞ്ചിയുടെ. അപ്പോൾ ഇഞ്ചിയും ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ഇനി നമുക്ക് ഞാൻ ചെറുതാക്കി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആവണം. സോഫ്റ്റായി വന്ന ശേഷം നമുക്ക് ഞാനിവിടെ ഓൾറെഡി യൂസ് ചെയ്യുന്നത് ഡബിൾ ഹോസിൻ്റെ റോസ്റ്റഡ് സേമിയാണ്, വറുത്ത സേമിയാണ്. ഓക്കെ, സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി. അപ്പം വറുക്കാത്തതാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, നമ്മൾ പായസത്തിനൊക്കെ വാങ്ങുന്ന മാതിരി വറുക്കാത്തതാണ് വാങ്ങുന്നതെങ്കിൽ, പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ പൊട്ടിച്ചതാണ് വാങ്ങുന്നതെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കൂ, അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കൂ. അല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നവരെ. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇനി ഫർദർ റോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറി വന്നാൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഡയറക്റ്റായിട്ട് തന്നെ കുക്ക് ചെയ്യാം. ഇതൊന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ, ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഓക്കെ, അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് 2.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളച്ച ശേഷം സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഞാൻ തീ ഒന്ന് കുറച്ചു. നേരം ഹൈ ഫ്ലെയിമിലായിരുന്നു. വെള്ളം ഒഴിച്ച ശേഷം
അപ്പോൾ ഞാനിനി ഇതിലോട്ട് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം 1 കപ്പ് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് 1 കപ്പും ഇനി 1/4 കപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നല്ല കുക്കായി നല്ല ഫ്ലഫി ആയിട്ട് വരും. ഓക്കെ, അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഒരു 5-6 മിനിറ്റ്. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചതായിരുന്നു. അടപ്പൊക്കെ തുറന്നു വെള്ളമൊക്കെ വലിച്ചെടുത്തു. നന്നായി കുക്കായി. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി വെച്ച് കഴിഞ്ഞാൽ അത് അടി പിടിക്കും. ഞാൻ ചീനച്ചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പോരെങ്കിൽ മാത്രം കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നന്നായി കുക്കായി നല്ല ഫ്ലഫി ആയിട്ട് വന്നു. കണ്ടോ, ഇതുപോലെ വേണം ഉണ്ടാക്കാൻ. പിന്നെ ഞാനിതിലോട്ട് 2.25 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതേമാതിരി 1.25 കപ്പോളം സേമിയയും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തേങ്ങ പോരാ, കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണോടുകൂടെ. ഞാൻ നേരത്തെ പറഞ്ഞോളൂ, കുറച്ചുകൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ടേസ്റ്റ് കുറച്ചുകൂടെ മാറും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നാരങ്ങ നീരും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്മാവ് മാതിരി തന്നെ സേമിയ ഉപ്മാവ്. ഓക്കെ, ഇതാ നമ്മുടെ സേമിയ ഉപ്മാവ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ടീ ഓഫ് ചെയ്തിട്ടല്ലേ നമ്മൾ തേങ്ങയൊക്കെ ആഡ് ചെയ്തത്. അപ്പം ഇനി ഞാൻ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഉപ്മാവാണ് സേമിയ ഉപ്മാവ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ വേറെ വേർഷൻ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇടാം. ഓക്കെ, വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വേർഷൻ ഞാൻ പിന്നീട് ഒരിക്കൽ ഇടാം. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.